ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് നമുക്ക് കട്ടൻ ചായയാണ് ആദ്യം ഇതിനായിട്ട് റെഡിയാക്കേണ്ടത്. പഞ്ചസാര ഇടാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം വയ്ക്കാം. എത്രമാത്രം ആർക്കോ ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള അളവിൽ വെള്ളം വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ തേയിലപ്പൊടി, കാരണം നല്ലൊരു കടുപ്പം വേണം ഇതിന്. അപ്പോൾ ഇത് വെച്ച് 5-6 ഉപയോഗങ്ങളുണ്ട്. അതിൽ 5 ഉപയോഗം ഞാൻ കാണിക്കാം. അപ്പം എന്തുകൊണ്ട് ചായ തിളച്ച് നല്ല കടുപ്പം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ബൗളിനകത്തോട്ട് ഞാൻ മാറ്റുകയാണ്. അപ്പം ചൂടാറിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ചൂടോടെ ഒഴിച്ചതേ ഉള്ളൂ. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിപ്പം ഞാൻ ഇതേപോലെ 2 ബൗളിനകത്തോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇപ്പം ഒന്നിലും ഉള്ളത് നമുക്ക് ഇതേപോലെ ഷാമ്പു, അപ്പോൾ ചായ തണുത്തതിന് ശേഷം അതിനകത്ത് ഷാമ്പു ചേർത്തിട്ട് തല കഴുകുകയാണെങ്കിൽ മുടിക്ക് നല്ലൊരു തിക്കും നല്ലൊരു കളറും നല്ലൊരു ഗ്ലോയും എല്ലാം നമുക്ക് മുടിക്ക് കിട്ടും. അതേപോലെ തിക്കായിട്ട് വളരുകയും ചെയ്യും, നല്ലൊരു കളറ് കിട്ടും. അപ്പം അത് മുടിക്ക്. അതേപോലെ തന്നെ നമുക്ക് കട്ടൻ ചായയിൽ ഇതേപോലെ പരലുപ്പ്, ഇതിപ്പോൾ പൊടിയുപ്പാണ്, പരലുപ്പ് ഇതേപോലെ ഇട്ടിട്ട് തൊണ്ടയിൽ വെള്ളം പിടിക്കുകയാണെങ്കിൽ തൊണ്ടയ്ക്കുള്ള വേദന പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. കാരണം സാധാ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് തൊണ്ടയ്ക്ക് കൊള്ളുന്നതിനേക്കാളും നമ്മൾ ഇതേപോലെ കട്ടൻ ചായ തിളപ്പിച്ചതിന് ശേഷം ഇതേപോലെ ഇതിനകത്ത് പരലുപ്പിട്ടിട്ട് തൊണ്ടയ്ക്ക് പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ലൊരു മാറ്റം സംഭവിക്കും. അപ്പോൾ അതിനും ഇതേപോലെ നമുക്ക് ഉപ്പ് ഉപയോഗമുണ്ട് ഈ ചായക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ. അതേപോലെ തന്നെ മുടിക്ക് നല്ലൊരു തിളക്കവും ഇതേപോലെ തന്നെ നല്ല ഒരു കളറും കിട്ടും. മുടി വളരുന്നതിനും ഇത് സഹായിക്കും. ഇപ്പം ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ അടുത്ത ബൗളിനകത്ത് വെച്ചിരിക്കുന്ന ഇതേപോലെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വിനാഗിരി മാത്രം മതി. ഒരു 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം നമ്മൾ കട്ടൻ ചായയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വുഡ് കൊണ്ടുള്ള ഫർണിച്ചറൊക്കെ നമുക്ക് പോളിഷ് ആക്കി എടുക്കാൻ പറ്റും. കാരണം പോളിഷ് ചെയ്തതുപോലെ തന്നെ നമുക്ക് തുടയ്ക്കുമ്പോൾ ആ കളറും ഒന്നും പോകാതെ നമുക്ക് കിട്ടും. ഇനി ഞാൻ അടുത്ത ബൗളിനകത്തോട്ടിരിക്കുന്ന കട്ടൻ ചായയിൽ കുറച്ച് വിനാഗിരിയും അതേപോലെ തന്നെ ഡെറ്റോളുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡെറ്റോളിന് പകരം നമ്മുടെ കയ്യിൽ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഈച്ച, പല്ലി, പാറ്റ, അപ്പോൾ ഇങ്ങനെയുള്ള ശല്യം ഒഴിവാക്കുന്നതിന് ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വിനാഗിരിയും അതേപോലെ തന്നെ ഡെറ്റോളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമുക്ക് പഞ്ഞി ഉണ്ടെങ്കിൽ മുക്കിയിട്ട് നമുക്ക് അടുക്കള കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ എവിടെയൊക്കെയാണോ പല്ലിയുടെയൊക്കെ ശല്യം അങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കുകയാണ്. കാരണം അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ തേയിലമട്ട് ഒട്ടും വരാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ പല്ലി ആ ഭാഗത്തെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ജനലിൻ്റെ ഭാഗത്ത്, കിച്ചണിലൊക്കെ കബോർഡിനകത്തൊക്കെ ആയിരിക്കും തോനെ പല്ലിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മണം അടിക്കുമ്പോൾ തന്നെ അവിടെ ഭാഗത്തുനിന്ന് പല്ലി എല്ലാം ഓടിക്കോളും. അപ്പോൾ ഉറുമ്പിനും നല്ലൊരു മരുന്ന് തന്നെയാണിത്. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിനകത്ത് കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ സ്പ്രേ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. അപ്പോൾ അലർജി പ്രശ്നങ്ങളൊന്നും കാണത്തില്ല. നമ്മൾ വെറുതെ കെമിക്കലൊക്കെ മേടിച്ച് വെറുതെ പൈസ കളഞ്ഞ് അസുഖം ഉണ്ടാക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ ഇതേപോലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുത്താൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള പാറ്റ, പല്ലി, ഈച്ച ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഒരുപാട് ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്കിതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്കത് എവിടെയൊക്കെയാണോ കബോർഡ്, ഗ്ലാസ്സിന് ആ ഭാഗത്തെല്ലാം നമുക്കിതേപോലെ പല്ലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിച്ചു കൊടുക്കാം. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് വേറെ കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതേപോലെ അടിച്ചു കൊടുക്കാം.
അപ്പം നമുക്ക് അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് വിനാഗിരി മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫർണിച്ചറുകളൊക്കെ തുടയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു തുണിയിട്ട് കൊടുത്ത് ഒന്ന് മുക്കി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് വുഡിൻ്റെ എന്തൊക്കെയുണ്ടോ കതക്, അതേപോലെ ജനൽ, കട്ടള ഭാഗത്തെല്ലാം ഇത് വെച്ച് തുടച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് കട്ടി കുറയ്ക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫർണിച്ചറിനൊക്കെ നല്ലൊരു തിളക്കവും നല്ലൊരു ഗ്ലേസിങ്ങും നല്ലൊരു പോളിഷും എല്ലാം കിട്ടും. ഇത് വെച്ചൊന്ന് തുടച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ കളർ നമുക്ക് പോവാതെ തന്നെ കിട്ടുകയും ചെയ്യും തടിയുടെയൊക്കെ. കണ്ടോ, അപ്പോൾ അതിന് നല്ലൊരു കളറ് കിട്ടും നമുക്ക്. കണ്ടോ, അപ്പം നല്ലൊരു മിനുസവും കിട്ടും. പ്രത്യേകിച്ച് വിനാഗിരിയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അതിനിടെ ഭാഗത്തൊക്കെ ചിലന്തിയൊക്കെ കൂടുന്നുണ്ടെങ്കിൽ തന്നെയും അങ്ങനെയുള്ളൊരു ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും അങ്ങനെ ഒരു ശല്യം ഉണ്ടായില്ല. അപ്പോൾ ഇതേപോലെ എല്ലാ തടിയിലും ഇതേപോലെ വുഡിൻ്റെ എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അതേപോലെ വീണ്ടും നമുക്ക് ഒന്നുകൂടെ പിഴിഞ്ഞ് തുടച്ചു കൊടുക്കാം. ജനൽ ഭാഗത്തെല്ലാം തുടച്ചു കൊടുക്കാം. അപ്പോൾ ജനലിൻ്റെ ഗ്ലാസ്സിൽ ഇത് വെച്ച് തുടയ്ക്കേണ്ട ഒരു ന്യൂസ് പേപ്പർ കഷ്ണം ഉണ്ടെങ്കിൽ ഒന്ന് മുക്കിയിട്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മിററൊക്കെ നല്ല രീതിയിൽ തിളങ്ങും. കാരണം ഈ ന്യൂസ് പേപ്പറിന് അതിനുള്ളൊരു പ്രത്യേക ഒരു കഴിവും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ കട്ടൻ ചായയിൽ മുക്കിയിട്ട് അതേപോലെ നമ്മൾ അലമാരയുടെയൊക്കെ കണ്ണട എല്ലാം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ഗ്ലേസിങ് ആയിരിക്കും. ഇതേപോലെ കണ്ടോ, ഗ്ലാസ് ഒക്കെ തുടച്ചു കൊടുക്കുമ്പോഴത്തേനും. ഇപ്പം ഞാൻ ജനലിൻ്റെ ഗ്ലാസ് വെച്ച് തുടച്ച് കാണിച്ചു തരാം. അതിനുശേഷം നമ്മളൊരു നനയാത്ത പിന്നെ വെള്ളത്തിൽ മുക്കാത്ത ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക. അങ്ങനിപ്പം തോണ്ട് കടലാസ് വെച്ച് തുടയ്ക്കുമ്പം തന്നെ നല്ലൊരു വെട്ടം, നല്ലൊരു തിളക്കം നമുക്കറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ കണ്ണാടി എല്ലാം ഇതേപോലെ തുടച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഷോക്കേഴ്സിൻ്റെ സൈഡിലത്തെ ആ തടിയൊക്കെ ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ തുടയ്ക്കാം. ഉണ്ടോ, അപ്പോൾ തുടയ്ക്കുമ്പം തന്നെ തുടച്ച ഭാഗവും തുടയ്ക്കാത്ത ഭാഗവും നമ്മുടെ വ്യത്യാസം നമുക്കറിയാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതേപോലെ ചുറ്റുഭാഗത്തും നമുക്ക് തുടച്ചു കൊടുക്കാം. നല്ലൊരു തിളക്കമാണ് കേട്ടോ, നല്ലൊരു ഗ്ലേസിങ്ങും അതേപോലെ തന്നെ തടിയുടെ കളറൊന്നും മങ്ങാതെ തന്നെ നമുക്ക് എപ്പോഴും നിലനിർത്താൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനി നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.